ടോപ്പിക് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് പെർമനന്റ് സ്ലൈഡ്സ്. അത് രണ്ട് ആൾക്കാർക്കുള്ള ടോപ്പിക്കാണ്. ഒന്ന് ഞാൻ എടുത്തിരിക്കണ അല്ല അപ്പോൾ എടുത്തിരിക്കണ അപ്പുറം എടുത്തിട്ട് ഞാനുണ്ട്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷന് അപ്പുറം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആ കുറച്ചുള്ളൂ. അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പിന്നെ എന്താണ് പെർമനന്റ് സ്ലൈഡ്സ് എന്നുവെച്ചാല് മൈക്രോസ്കോപ്പ് സ്ലൈഡ് പ്രിപ്പയർഡ് പ്രിസർവ് മൈക്രോസ്കോപ്പ് സ്റ്റഡി ആൻഡ് ഫിസിക്കൽ ഫിക്സിംഗ് ബൈ ഡീഹൈഡ്രേറ്റിംഗ് എംബഡിംഗ് ആൻഡ് സെക്ഷിംഗ് ആൻഡ് എന്നുവെച്ചാലൊന്നുമില്ല. എല്ലാവർക്കും അറിയാലോ പെർമനന്റ് സ്ലൈഡ്സ് എന്താണെന്ന് അറിയില്ല. എന്നുവെച്ചാൽ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഒരു സ്ലൈഡ് മാതിരി വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സ്ലൈഡ് മതി. പിന്നെ അതിന് ഇമ്പോർട്ടൻസ് ആൻഡ് യൂസ് ലോങ് ടേം പ്രിസർവേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഉപയോഗിക്കാം. പിന്നെ അതേപോലെ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ റിസർച്ചിന്, ഡെവലപ്മെന്റ്, പിന്നെ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനും അതന്നെ. പിന്നെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ലോങ് ടേം ആണ്, അതാണ്. പിന്നെ റീയൂസബിൾ ആണ്, ഒന്നുകൂടെ യൂസ് ചെയ്യാം. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാരണം അത് പുതിയതായിട്ട് വേറെ ഉണ്ടാക്കണം, അതന്നെ ഉണ്ടാക്കണം. പിന്നെ അതന്നെ ഹൈ ക്വാളിറ്റി ഇമേജ് കിട്ടും. പിന്നെ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ടൈം കൺസ്യൂമർ എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പക്ഷേ നല്ല ടൈം കിട്ടും. പിന്നെ അതേമാതിരി അതിനായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള എക്യുപ്മെന്റ് വേണം അല്ലേ?